അപ്പോൾ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ മത്സരാർത്ഥികളുടെ ഒരാഴ്ചത്തെ വരുമാനമാണ്. അപ്പോൾ ബിഗ് ബോസ് സീസൺ 7ലെ മത്സരാർത്ഥികൾക്ക് ഒരാഴ്ച ബിഗ് ബോസിൽ നിന്ന് എത്ര രൂപ കിട്ടുന്നുണ്ടെന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യമേ പറയാം, ഈ കണക്കുകളൊന്നും ബിഗ് ബോസിൻ്റെ ഭാഗത്ത് നിന്ന് ഒഫീഷ്യലി വന്നിട്ടുള്ളതല്ല. സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെയും പുറത്തു വന്ന കണക്കുകളുടെയും അടിസ്ഥാനത്തിൽ എത്തിപ്പെട്ട നിഗമനങ്ങൾ മാത്രമാണിത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിൽ കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഒരു ഏകദേശം കണക്ക് മാത്രമാണ് ഈ ഒരു വീഡിയോയിൽ പറയുന്നുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ 7ലെ മത്സരാർത്ഥികളുടെ ഒരാഴ്ചത്തെ വരുമാനം എത്രയാണെന്ന് നോക്കാം. ഒന്നാമതായി റൈറ്ററും യൂട്യൂബറുമൊക്കെയായ ബിഗ് ബോസ് മലയാളം സീസൺ 7 കണ്ടസ്റ്റൻ്റായ അനീഷിൻ്റെ ഒരാഴ്ചത്തെ വരുമാനമാണ്. അപ്പോൾ ബിഗ് ബോസിൽ നിന്ന് 30,000 രൂപയാണ് ഒരാഴ്ച അനീഷിന് കിട്ടുന്നത്. ആക്ടറായ അനുമോൾക്ക് 45,000 രൂപയാണ് ഒരാഴ്ച ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്നത്. അടുത്തതായി ആക്ടറായ ബെന്നിക്ക് 45,000 രൂപയാണ് ഒരാഴ്ച ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്നത്. നാലാമതായി ആര്യൻ 35,000 രൂപയാണ് ആക്ടറായ ആര്യന് ഒരാഴ്ച ബിഗ് ബോസിൽ നിന്ന് കിട്ടുന്നത്. അഞ്ചാമതായി അഭിശ്രീ 40,000 രൂപയാണ് അഭിശ്രീക്ക് ബിഗ് ബോസിൽ നിന്ന് ഒരാഴ്ച ലഭിക്കുന്നത്. ആറാമതായി യൂട്യൂബറായ റെന ഫാത്തിമ 30,000 രൂപയാണ് റെന ഫാത്തിമയ്ക്ക് ഒരാഴ്ച ബിഗ് ബോസിൽ നിന്ന് ലഭിക്കുന്നത്. അടുത്തതായി ഗിസേൽ മോഡലാണ്, 40,000 രൂപയാണ് ബിഗ് ബോസിൽ നിന്ന് ഒരാഴ്ച ലഭിക്കുന്നത്. ഫാഷൻ കൊറിയോഗ്രാഫറും ഡിസൈനറുമൊക്കെയായ നവീന് 35,000 രൂപയാണ് ബിഗ് ബോസിൽ നിന്ന് ഒരാഴ്ച ലഭിക്കുന്നത്. ആക്ടറായ ശൈത്യ സന്തോഷിന് 35,000 രൂപയാണ് ഒരാഴ്ച ബിഗ് ബോസിൽ നിന്ന് ലഭിക്കുന്നത്. ആദിൽ നൂറയ്ക്ക് 40,000 രൂപയാണ് ബിഗ് ബോസിൽ നിന്ന് ഒരാഴ്ച ലഭിക്കുന്നത്. അടുത്തതായി രേണു സുധി 45,000 രൂപയാണ് രേണു സുധിക്ക് ബിഗ് ബോസിൽ നിന്ന് ഓരോ ആഴ്ചയിൽ ലഭിക്കുന്നത്. അപ്പോൾ ഇതുവരെ വന്ന കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള ഇവരുടെ വരുമാനമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത്. അപ്പോൾ ബിഗ് ബോസ് മലയാളം സീസൺ 7നെ കുറിച്ചും അവരുടെ വരുമാനത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട.